അമ്പിളിക്കുട്ടന്റെ ഫാൻസ് അസോസിയേഷന് വേണ്ടി വർക്ക്ഷോപ്പിൽ നിന്നും അമ്പിളിക്കുട്ടന്റെ ലൈവ്. അനീഷ് ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട്. അനീഷിന് ഒരു ആശംസാ വീഡിയോ അറിയിക്കാൻ. അമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് സ്വന്തമായി മീൻകറി വെച്ച അനീഷിനും അതിനകത്ത് കിടക്കുന്ന ഉണ്ടമുളവിനും അമ്പിളിക്കുട്ടന്റെ ആശംസകൾ. ഓക്കെ ബൈസ്, ഞാൻ ഇന്ന് മുതലാളിയില്ല, അപ്പൊ ഞാനാണ് ഇന്ന് വർക്ക്ഷോപ്പിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത്. അപ്പൊ എല്ലാരും കണ്ടോണം ഇന്നത്തെ ലൈവ് അമ്പിളിക്കുട്ടന്റെ വർക്ക്ഷോപ്പ്. എന്തൊരു കയ്യില് പട്ടി അടിച്ചത്, ഈ തെരുവ് പട്ടി ഭയങ്കര ശല്യം കടിച്ചത്. അപ്പൊ ഒരു കമ്പ് കൊടുത്തോണ്ടെന്ന് കടിക്കാൻ വരുമ്പോ ഓട്ടിച്ചാ പോരെ? വെറുതെ തിന്നേ കിടന്ന് തുടങ്ങിയ പട്ടിയാണ്. എന്റെ വായിൽ കമ്പിട്ട് ഊത്തിയപ്പോഴാണ് ഓടിച്ചിട്ട് കഴിച്ചത്. ഇന്ന് അമ്പിളിക്കുട്ടൻ മാത്രമാണ് വർക്ക്ഷോപ്പിൽ, മുതലാളിയില്ല. അപ്പൊ അമ്പിളിക്കുട്ടന്റെ വർക്ക്ഷോപ്പ് ജോലികളിലേക്ക്. ഹലോ 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 സർ. ഹലോ ഹലോ ഇങ്ങ് വാനിയ, ഒന്നിങ്ങ് വാനിയ. ആ ഓടിവാ കണ്ണ ചാടിവാ മൊണ്ണേ. എന്റെ പേര് അമ്പിളിക്കുട്ടൻ. ആ ഗുണ്ടാണോ? ഇടിക്കോ ഇടിക്കോ ഇടിക്കോടാ ഇടിക്കോ. ആ അമ്പിളിക്കുട്ടാ, നീ പോലീസിനാണോ തൊട്ടത്? പോലീസല്ലേടാ എന്നെ തൊട്ടത്. ആ ഫ്ലോക്ക് അങ്ങ് പറഞ്ഞു പോയതാ. ഇതൊക്കെ ആരാ വന്നിരിക്കുന്നത്? അമ്പിളിക്കുട്ടനെ കാണാണോ? അല്ലല്ല, ഇത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ ആനീസ് കിച്ചണിലൊക്കെ ഉള്ള. എനിക്കറിയാം, നല്ല പാചക വിദഗ്ധകളാണല്ലേ. അവര് കോമഡി മാസ്റ്റേഴ്സിൽ പോയായിരുന്നു. ഓ, അപ്പൊ തിരിച്ചു വരുന്ന വഴിക്ക് അവരുടെ വണ്ടി കംപ്ലൈന്റ് ആയി. അങ്ങനെ പണിയാ ഇവിടെ കൊണ്ടിട്ടിരിക്കുക. അരമണിക്കൂർ കൂടുതലായോ ഇവിടെ? ഇല്ല, ഒരു ദിവസം എവിടെ ഇരിക്കുക. ഒരു ദിവസം ഞാനല്ലേ പണി കിടക്കുന്ന എണീച്ചിട്ടിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഉറച്ചു പോകും. അതെ, അവരൊക്കെ നല്ല പാചക വിദഗ്ധകളാ. അവരെ കൂടുതൽ നേരം ഇങ്ങനെ ഇരുത്തരുത് കേട്ടോ. അവരെക്കാട്ടി നന്നായിട്ട് ഞാൻ പാചകം ചെയ്യും. അത് ശരി. സംശയമുണ്ടോ? സംശയമുണ്ട്. ചോദിച്ചു നോക്ക്. ഞാൻ ചേച്ചിക്ക് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതെ, ഇന്ന് രാവിലെ നല്ല കഞ്ഞി, ചൂടുള്ള കഞ്ഞി. പക്ഷെ കുറച്ചൊരു എന്താ ഉപ്പ് കുറവുണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ അയ്യോ, അത് പാൽപ്പായസം വരുന്നത് കഞ്ഞിന്ന്. ആ, അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലായി കേട്ടോ. അപ്പോ ഞാൻ ആരാണെന്ന് മനസ്സിലായോ? സാറ് മനസ്സിലായില്ല. സ്ഥലം മാറി വന്ന് എസ് ഐ. അത് പറ, കണ്ടപ്പോഴേ തോന്നി സ്ഥലം മാറി വന്നേന്ന്. സാറിന് എവിടെ പോണ്ടെന്ന് വെച്ചോറാ, ഞാൻ കൊണ്ടാകും. എടാ, 100 വട്ടം നിന്റെ ഡയറക്ടർ അനു സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാ പഴയ കൗണ്ടർ അടിക്കല്ലേ അടിക്കല്ലേ അടിക്കില്ല എന്നൊക്കെ കിട്ടുമെന്ന്. കിട്ടിയാ? സമാധാനം എനക്ക്, സമാധാനം എനക്ക്. എടാ അമ്പിളി കഴിവേറി. സോറി സാർ, തെറി വിളിക്കല്ലേ, ഇനി ആവർത്തിക്കില്ല. ഇവിടെന്നാ ഞാൻ ജോർജ് സാറാടാ, ജോർജ് സാറാടാ ഇത്. എന്നിട്ട് ഇതിനകത്ത് കുട്ടപ്പറന്നാണല്ലോ എഴുതിയേക്കുന്നത്. അതിൽ കയറി പിടിക്കല്ലേ. ഞാൻ ഇന്നിവിടെ കോസ്റ്റ്യൂം വിളിച്ച് പറഞ്ഞായിരുന്നു, ഞാൻ നാളെ ചെയ്യുന്ന ജോർജ് സാറാണ്, നല്ല കുട്ടപ്പനായിരിക്കണമെന്ന്. ആ ചെറുക്ക് എഴുതി തന്ന അങ്ങനെ വരൂ. എന്നെ കാട്ടി വലിയ ഭ്രാന്താണ് അവന്. ഞാനിവിടെ വന്ന കാര്യം ഒരു കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ്. ഈ കിടക്കുന്ന കാറ് ബെൻസിന്റെ കാറല്ലേ? അല്ല, ഇത് അംബാസഡർ. എടാ, അത് ബെൻസിന്റെ ഫാമിലി ഉപയോഗിക്കുന്ന കാറല്ലേ എന്നാ ചോദിച്ചത്. ബെൻസിന്റെ ഫാമിലിക്ക് ബെൻസ് ഉണ്ടെങ്കിൽ പിന്നെ അംബാസഡർ എന്തിന്? ബെൻസ് ഷൺമുഖത്തിന്റെ കാറാ. അപ്പൊ കിട്ടിയ കറക്റ്റായിട്ട് പറയാൻ അറിയാം. അതെ അമ്പിളിക്കുട്ടാ, ഈ ഡിക്കിയില് എന്തെങ്കിലും സംശയാസ്പദമായി കണ്ടിട്ടുണ്ടോ? പിന്നെ പഴയതുപോലൊക്കെ ഉള്ളു. റബ്ബർ, ഏലം, കാപ്പി, പിന്നെ മുള്ളം പന്നി, അതൊക്കെ ഉള്ളു. എവിടെ? ഇടുക്കിയില്. ഇടുക്കിയുടെ കാര്യമല്ല ചോദിച്ചത്, വണ്ടിയുടെ ഡിക്കിയില്. ഇതിന്റെ ഡിക്കിയിലൊന്നുമില്ല സാറേ. പിന്നെ ഇവിടുത്തെ മുതലാളിയുടെ മോനില്ല, അവൻ ഇടയ്ക്ക് വന്നിരുന്ന് റീൽസ് ഒക്കെ ചെയ്യുന്നതാണ്, വീഡിയോ ഒക്കെ. ഇത് എന്തെങ്കിലും പ്രത്യേക സാധനങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. ഒരു പൊടി കണ്ടു കിട്ടി സാർ. ഞാനത് സ്റ്റേഷനിൽ കൊടുത്തു വിട്ട്. സാർ, എനിക്ക് അവാർഡ് വല്ലതും ഉണ്ടെങ്കിൽ തരണേ സാർ. വല്ല ബ്രൗൺ ഷുഗർ വല്ലതും ആയിരിക്കും. അമ്പിളിക്കുട്ട, ആ ഒരു പൊടി ബെന്നി കഴിവേറി കൊണ്ടുപോയി നേരെ ലാബിൽ പോയിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാ ഈ സീനിൽ പിന്നെ അമ്പിളിക്കുട്ട ഇല്ല. ഈ ഞാൻ മാത്രമേ ഉള്ളത്. ഇത് എന്റെ കഥയാണ്, ഇതിലെ നായകൻ ഞാനാടാ. അങ്ങനെ പറയില്ല സാറേ, എനിക്ക് എന്തെങ്കിലും തരണം സാറേ. ഞാനല്ലേ സാറേ കണ്ടുപിടിച്ചത്. അമ്പിളിക്കുട്ടനാണ് പ്രൈം സസ്പെക്ട്. അയ്യോ, ഞാൻ അമ്പിളിക്കുട്ടാണ് സാർ. ഈ പ്രേം സെബാസ്റ്റ്യനെ എനിക്ക് അറിയാം. ഞാൻ അമ്പിളിക്കുട്ടൻ. സുഹൃത്തെ, പ്രേം സെബാസ്റ്റ്യൻ അല്ല, പ്രൈം സസ്പെക്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്കാണ് അത്. അതാ, അത് ഒന്നുമില്ല, അങ്ങനെ ഒരു വാക്കുണ്ട്. അമ്പിളിക്കുട്ട, ഞാൻ ഇന്ന് നിന്റെ ഈ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് നിൽക്കുന്നുണ്ട്. നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്, അത് പറഞ്ഞപ്പോഴേ പുറത്ത്. എടാ സുഭാഷ്, ഇന്ത്യയും പാകിസ്ഥാനുള്ള ഉണ്ട് എന്താ എടാ? സ്കോർ അറിയുന്നെങ്കിൽ ഒന്ന് വിളിച്ചു പറയണേ. ഞാൻ മറന്നു, ഇവിടെ ആളൊന്ന് ഓർമ്മിപ്പിച്ചപ്പോഴേ ഓർമ്മ വന്ന. ശരിയാടാ, ശരി, ഓക്കെ. പറഞ്ഞോ. ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഫ്ലോ പോയി. അത് കൊള്ളായിരുന്നു, പറ. അങ്ങനെ പറഞ്ഞല്ലോ, അതിന്റെ ഇടയിൽ കയറി അത് രസമുണ്ടെന്ന് പറയുന്നത്. കുഴപ്പമില്ല, ഇനി മിണ്ടു പറഞ്ഞു. എടാ അമ്പിളിക്കുട്ട, നിന്നെ കാണാൻ ഞാനിവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഹലോ, ഉണ്ടല്ലോ, ടെസ്റ്റ് ആയിരുന്നാ? സ്കോർ വിളിച്ച് പറയണേ. ശരിയടാ, ഓക്കെ, ശരിയടാ.
ആ പറഞ്ഞോ പറഞ്ഞോ. ഞാൻ പറയണല്ലോ. ഇനി കുഴപ്പമില്ല ഒന്നും. അതിന്റെ ഇടയിൽ കയറി അത് പോയത്. അയ്യേ കേരളത്തെ പറപ്പിച്ചൊരു വില്ലെന്ന് പറയുന്നു. കുഴപ്പമില്ല. അമ്പിളിക്കുട്ട 36 വർഷം അയാളുടെ ആംബുലൻസ് ബെൻസില്. അമ്പിളിക്കുട്ട പോലീസില്. ആ അതാണ്. നാളെ DYSP ആയിട്ട് ഞാൻ റാങ്കം മേടിച്ച് ഇറങ്ങുന്ന സമയത്ത് അപ്പോഴും ഈ ജോർജ് സാറ് തന്നെയാടാ ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അമ്പിളിക്കുട്ട എനിക്ക് എന്തായാലും വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കണം. എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. അതൊക്കെ ഈ ജോർജ് സാറ് കണ്ടെടുക്കും. യെസ്, ഞാൻ പറഞ്ഞില്ലേ തേടിയ വള്ളി കാലി ചുറ്റി. എന്താ സാർ ഇത്? സാറ് പോലീസല്ലേ? അതെ. ഇങ്ങനെയാണ് തെളിവ് സാധനം എടുക്കുന്നത്? ഇത് മറ്റേ ഇത് പറ്റൂലേ? ഫിംഗർ പ്രിന്റ് ആണെന്ന് തോന്നുന്നു. അമ്പിളിക്കുട്ടൻ അതാണ് ഇതിങ്ങനെ എടുക്കാം. ബുദ്ധിമാനാണ്. പിന്നെ പോലീസ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? എടുക്കൻ പഠിത്തവും വിവരം ഉണ്ടല്ലേ? അങ്ങനെയുണ്ട്. പെട്ടെന്ന് ഞാനങ്ങ് അമ്പിളിക്കുട്ട നീ ആരെയാണ് ഈ പറ്റിക്കുന്നത്? എന്നെയോ? എനിക്ക് വ്യക്തമായി ഉറപ്പുണ്ട് നിന്റെ ഉള്ളിൽ ഒരു ക്രിമിനൽ വളരുന്നുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് എണീച്ചപ്പോ ഛർദിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പച്ചമാങ്ങ കണ്ടപ്പോ ഒരു കൊതി, മസാലോശ തിന്നാൻ തോന്നുന്നു. പറ സാറേ, അമ്മിളിക്കുട്ടൻ പിടിച്ചു പോയാ സാറേ? സാറിനറിയാവുന്ന ആശുപത്രി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് കലക്കി കളയാം. സാറായിട്ടില്ലാത്ത കൊച്ചിനെ പ്രസവിക്കാൻ എനിക്ക് ക്രിമിനൽ വളരുന്നു. ഈ വർക്ക്ഷോപ്പിൽ അമ്പിളിക്കുട്ടനെ കൂടാതെ വേറെ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ടായിരുന്നു സാർ. ഒരു ജോസഫ്. ഇപ്പൊ ഇവിടെ ഇല്ല. എവിടെയാണ് അവൻ? ബസ്സിൽ ജോസഫ് എന്ത് ചെയ്യുന്നു? പുള്ളി സ്ക്രിപ്റ്റ് എഴുതും, ഡയറക്ട് ചെയ്യും, അഭിനയിക്കും. കുഴപ്പമില്ല, തിരക്കെല്ലാം ചെയ്യും. ആര്? ബേസിൽ ജോസഫ്. ഞാൻ പറയുന്നതിൽ അമ്പിളിക്കുട്ടൻ വേറെ രീതിയിലാണ് കേൾക്കുന്നത്. വേറെ ഉത്തരങ്ങൾ പറഞ്ഞു തരും. അയ്യോ ഇല്ല, അത് നമ്മൾ തമ്മിലുള്ള വേവ് ലെങ്തിന്റെ കുഴപ്പമാണ് അമ്പിളിക്കുട്ട. വേവ് ലെങ്ത് തിരിച്ചറിയാനും അളക്കാനും കൃത്യമായി പഠിച്ചിരിക്കണം. എനിക്കറിയാം വേവ് ലെങ്ത് അളക്കാൻ. നമ്മൾ ഈ അരി അടുപ്പിലിട്ടാലേ ഈ ചമ്പാ വരിയാണെങ്കിൽ വേവ് ലെങ്ത് കൂടും, പിന്നെ റേഷൻ അരിയാണെങ്കിൽ വേവ് ലെങ്ത് കുറവാണ്. നമ്മൾ ശ്രദ്ധിച്ചിരുന്നേ കുഴഞ്ഞു. പിന്നെ ശർക്കര ജീവിട്ട് പായസമായിട്ട് അടിക്കാം. എടാ, ഈ നാട്ടിൽ എത്രയും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള നീയല്ലേ? ഒരു പ്രശ്നം ഉണ്ടാക്കില്ല സാർ. കഴിഞ്ഞ ദിവസം പറമ്പത്തോ ചാരോട്ട് വഴക്കാന്ന് ഞാൻ കേട്ടല്ലോ. അയ്യോ, അത് വഴക്കുണ്ടാക്കിയതല്ല സാർ. നമ്മൾ ഈ കോമഡി മാസ്റ്റേഴ്സിൽ ഒരു പെങ്കൊച്ചുണ്ടല്ലോ, ആങ്കർ എലീന പഠിക്കൽ. ആ കൊച്ചിന്റെ കാർ കണ്ട് ഇവിടെ വന്നപ്പോ ചീത്തയായി പോയി. ആ കൊച്ചി വണ്ടി ഇവിടെ കയറ്റിയിട്ട് വണ്ടി അപ്പോഴെങ്കിലും ശരിയാവൂല. പിന്നെ പാവല്ലേ, മഴയും ഉണ്ട്. ഞാൻ ആ കുട എടുത്തോ നമ്മളെ വരമ്പിന്റെ അപ്പുറം അല്ലേ ബസ് സ്റ്റോപ്പ്, അവിടെ കൊണ്ടാക്കാനായിട്ട് ഇങ്ങനെ പോവായിരുന്നു. അപ്പൊ ഈ തോട്ടി കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നു. അപ്പൊ എനിക്ക് രസം തോന്നി. ഞാൻ ഇച്ചിരി വെള്ളം ഇങ്ങനെ തപ്പി എലീനയുടെ പുറത്ത് ഇങ്ങനെ. അപ്പൊ എലീനയ്ക്ക് സ്നേഹം തോന്നിയിട്ട് അവളും ഇങ്ങനെ വെള്ളം തപ്പി എന്റെ പുറത്തോട്ട് ഒഴിച്ചു. അപ്പൊ എനിക്ക് ഹരം കൂടി. ഞാൻ ഇങ്ങനെ തപ്പി ഒഴിച്ച്. അപ്പൊ അവിടെ നിന്ന് അപ്പൂപ്പൻ പറയാണ്, മഴയത്താണാടാ പന്നി പോത്തിനെ കുളിപ്പിക്കുന്നതെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? അല്ല ശരി, അത് ഞാൻ വിട്ടു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരാളോട് നല്ല വഴക്കായല്ലോ താൻ. സാറേ, ഒരു നല്ല കാര്യം ചെയ്യാൻ പോയതാണ് സാറേ. എന്താണ് നല്ല കാര്യം ചെയ്യാൻ പോയത്? അവിടെ ഞങ്ങൾ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി പ്രസവിച്ചു. അപ്പൊ കൊച്ചിന് ബ്ലഡ് വേണം. ഞാൻ ചെന്ന് ബ്ലഡ് കൊടുത്തു. ബ്ലഡ് കൊടുത്ത് കഴിച്ചിട്ട് ഞാൻ ആ കൊച്ചിന്റെ തന്തേരടുത്ത് എന്ന് പറഞ്ഞു, എന്റെ ചോരയാണേ നോക്കിക്കോണേ. ആട്ടിയുടെ പെരുന്നാളായിരുന്നു അവിടെ. പക്ഷെ അമ്പിളിക്കുട്ട, എനിക്ക് എന്തായാലും ഇവിടുന്ന് ഈ ബെൻസിന്റെ കാറ് കൊണ്ടുപോയേ പറ്റുള്ളൂ. മണി ഇവിടെ ഇല്ലേ? മണി ഇവിടെ അല്ല സാർ. ഇവിടുത്തെ ബസ് കയറി നേരെ കിഴക്കേക്കോട്ട് ഇറങ്ങണം. അവിടെ നിന്ന് അടുത്ത് ആട്ടോ വിളിച്ച ചാലയിൽ പോവാം. അവിടെ ഒരു കടയുണ്ട്. അവിടെ മണിയുടെ മാത്രം കടയുണ്ട്. ഇഷ്ടം പോലെ മണി. മുതലാളി മണിയല്ലേ ഇവിടെ ഇല്ല. കൃത്യമായിട്ട് കിട്ടിയാ പറയാ അറിയാല്ലേ? സാർ ഒരു 10 ദിവസം ഇവിടെ നിൽക്കുവോ? എന്തിന്? ഇങ്ങനെ അടി കിട്ടുമ്പോൾ എനിക്ക് ബുദ്ധി തെളിഞ്ഞു വരുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടെ എന്താണ് പരിപാടി? ഇവിടെ ഒരു പരിപാടി ഇല്ല സാർ. പിന്നെ കൂട്ടുകാർ വെള്ളം അടിക്കും സാർ. മദ്യപിക്കുന്നത് നല്ലതല്ല കേട്ടോ. മദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? മദ്യത്തിൽ ഒന്നും അടങ്ങിയിരിക്കുന്നില്ല. അതാണ് കുടിയന്മാരുടെ കുന്തളിപ്പാണ്. അടങ്ങിയിരിക്കില്ല. അമ്പിളിക്കുട്ട കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. അമ്പിളിക്കുട്ട, നാളെ രാവിലെ കൃത്യം 10 മണിക്ക് സ്റ്റേഷനിലേക്ക് വന്നിരിക്കണം. എന്റെ പൊന്നു സാർ, എന്റെ കാക്കയും ഷൂ ഒന്നും ഇല്ല. അതിൽ എനിക്ക് തെറി വിളിക്കാനും അറിഞ്ഞൂടാ. പോലീസിലെടുക്കാനല്ല വരാൻ പറഞ്ഞത്, ചോദ്യം ചെയ്യാൻ. കറക്റ്റായിട്ട് മൊഴി എടുക്കണം, കൃത്യമായിട്ട് ആൻസർ കിട്ടണം. ബെന്നി കഴിവേറി എന്തായാലും ലാബിൽ പോയിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അമ്പിളിക്കുട്ട, ഞാനല്ലേ സാറേ പൊടി കണ്ടുപിടിച്ചത്. തരണേ സാർ. ഒന്നും തരത്തില്ല, അതെല്ലാം ഏറ്റെടുക്കുന്ന ഞാൻ തന്നെ ആയിരിക്കും. അവൻ എന്തായാലും ലാബിൽ നിന്നുള്ള റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അമ്പിളിക്കുട്ട, ബെൻസും നീയും നിന്റെ മുതലാളി എല്ലാം അറസ്റ്റിലായിരിക്കും. അത് ഞാൻ ബെന്നി കഴിവേറി, നിനക്ക് എന്തിന്റെ കുഴപ്പമാടാ? ഒരാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ നിനക്ക് ഇതിന്റെ ഈ ഉണ്ടാക്കല്? പറ, റിസൾട്ട് കിട്ടിയാ? വാട്സാപ്പിൽ വീഡിയോ ആയിട്ട് അയച്ചിരിക്കുന്നു. ആ മൊണ്ണയുടെ കാര്യം എന്ത് ചെയ്യുന്നൊക്കെ. ജോർജ് സാറാണ് അല്ലെ? ഞാൻ മറന്നു തുടങ്ങി. ഡൗൺലോഡ് ആവട്ടെ. ഇതാരാണത്? ഇത് മുതലാളിയുടെ ഇളയ പറ വന്നിരുന്ന് ഈ ക്ലൂക്ലൂസ് പൊടി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുന്നതാണ്. അപ്പൊ അതാണ് അതിനകത്ത് ലാബിൽ നിന്ന് കിട്ടിയ റിസൾട്ട്. ക്ലൂക്ലൂസ് പൊടി. ഞാൻ വേറെന്താ പ്രതീക്ഷയല്ല. എന്തായാലും ഇത് ജോർജ് സാറാടാ. ബെൻസിനെ പൂട്ടാനുള്ള വഴിയൊക്കെ എന്റെ കയ്യിലുണ്ട്. 36 വർഷമായടാ അമ്പിളിക്കുട്ട ഞാൻ ഈ സർവീസിൽ. അറിയോ?
ഞാനിവിടെ വന്നിട്ടുണ്ട്, ഞാനിവിടെ കണ്ടിട്ടുണ്ട്. എന്തായാലും പരിഹാരം ഞാൻ ഉണ്ടാക്കിയിരിക്കും. ആ കേസിൽ അവരെ കുടുക്കിയിരിക്കും. ഇതിനിടയ്ക്ക് പുറത്തറിയാവുന്നതും അറിയാത്തിട്ടുള്ള ഒരുപാട് കള്ളത്തരങ്ങളും ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനൊരു തെളിവുമില്ല, എനിക്കൊരു റിഗ്രറ്റും ഇല്ല. ഇത് ജോർജ് സാറാടാ. തെളിവുണ്ട്. തെളിവാ? എവിടെന്ന്? എനിക്ക് ഒരു അബദ്ധം പറ്റി. എന്ത്? ഞാൻ നേരത്തെ ഫേസ്ബുക്കിൽ ലൈവ് പോയിക്കൊണ്ടിരുന്നില്ലേ, അത് ഓഫാക്കാൻ മറന്നു. ഈ പറഞ്ഞ എല്ലാം തണ്ട ലൈവ് പോയിക്കൊണ്ടിരിക്കുക. അമ്പിളിക്കുട്ട നാളെ റിട്ടയർ ആകുമ്പോ DYSP റാങ്കോടുകൂടി ഞാൻ പുറത്തിറങ്ങണം. ഞാൻ എന്റെ ജോലി കളഞ്ഞില്ലടാ നീ. ഞാൻ എന്ത് ചെയ്യടാ? ഒരു കാര്യം ചെയ്യ്, സാറിന് എന്തായാലും ജോലി പോവില്ലേ, സാറിന് ഞാനൊരു ജോലി ഒപ്പിച്ചു തരാം. എന്തോ ജോലി? എന്തായാലും ഈ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ഉണ്ട്. ഞങ്ങൾ ഇവിടുത്തെ ബിവറൈൻ്റെ അവിടെ സെക്യൂരിറ്റി അടിക്കാൻ പറ്റും. വണ്ടിയില് വണ്ടിയിലൊക്കെ കയറാം, പക്ഷെ ഫ്രണ്ടിൽ സൈഡ് സീറ്റ് എനിക്ക് തരണം. സാറേ കോമഡി